അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഉറവിടം തേടി അലഞ്ഞ യുവാവ് ഒരിക്കൽ ഗുരുവായ സോക്രട്ടീസിന്റെ അടുത്തെത്തി. യുവാവ് പറഞ്ഞു, ഗുരുജി, എനിക്ക് അങ്ങയുടെ അറിവ് വേണം. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ജ്ഞാനം എനിക്ക് എത്രയും വേഗം പകർന്നു തന്നാലും. സോക്രട്ടീസ് ചെറിയൊരു മന്ദസ്മിതത്തോടെ യുവാവിനോട് പറഞ്ഞു, ശരി, എങ്കിൽ നാളെ രാവിലെ പുഴക്കരയിലേക്ക് വരൂ. അടുത്ത ദിവസം രാവിലെ യുവാവ് പുഴക്കരയിലെത്തി. യുവാവിനോട് തന്നെ പിന്തുടരാൻ ആവശ്യപ്പെട്ട് സോക്രട്ടീസ് പുഴയിലേക്ക് ഇറങ്ങി നടക്കുവാൻ തുടങ്ങി. പതിയെ പതിയെ കൂടുതൽ ആഴങ്ങളിലേക്ക് നടന്നു നീങ്ങി. സോക്രട്ടീസിനെ പിന്തുടർന്ന യുവാവും കഴുത്തോളം വെള്ളത്തിന്റെ അടുത്തെത്തി. പെട്ടെന്ന് അപ്രതീക്ഷിതമായി സോക്രട്ടീസ് യുവാവിന്റെ തല വെള്ളത്തിലേക്ക് ബലമായി പിടിച്ചു താഴ്ത്തി. ഞെട്ടിപ്പോയ യുവാവ് കുതറിമാറാൻ ശ്രമിച്ചു. ശ്വാസം കിട്ടാതെ വന്നപ്പോൾ തന്റെ സർവ്വശക്തിയും എടുത്ത് സോക്രട്ടീസിന്റെ പിടിയിൽ നിന്നും കുതറിമാറി. ശ്വാസം വലിച്ചുകൊണ്ട് അയാൾ വെള്ളത്തിന്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വന്നു. സോക്രട്ടീസ് ശാന്തനായി അയാളെ നോക്കി. എന്നിട്ട് ചോദിച്ചു, മകനെ, നീ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ നിനക്ക് ഏറ്റവും അധികം ആവശ്യമായി വന്നിരുന്നത് എന്തായിരുന്നു? യുവാവ് കിതച്ചുകൊണ്ട് പറഞ്ഞു, ശ്വാസം. ഒരു തരി ശ്വാസത്തിനായി ഞാൻ വലഞ്ഞു ഗുരു. സോക്രട്ടീസ് തുടർന്നു, അതെ, നീ നിന്റെ ശ്വാസത്തിനായി ആഗ്രഹിച്ച അതേ തീവ്രതയോടുകൂടി തന്നെ നീ ജ്ഞാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ദിവസം നിനക്ക് അത് ലഭിക്കും. ആ ശ്വാസത്തിനോട് നിനക്ക് തോന്നിയ അതേ തീവ്രമായ ആഗ്രഹം വിജയത്തോടും തോന്നുമ്പോൾ അത് നിന്നെ തേടി വരും. സിംഹം ഓടുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ്, എന്നാൽ പേടമാൻ ഓടുന്നത് അതിന്റെ ജീവന് വേണ്ടിയാണ്. ഭക്ഷണത്തിനായുള്ള ഓട്ടത്തിനേക്കാൾ തീവ്രത എപ്പോഴും ജീവന് വേണ്ടിയുള്ള ഓട്ടത്തിനായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും സിംഹത്തിന് മാനിനെ പിടിക്കാൻ കഴിയാത്തത്. നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ അത് നമ്മുടെ അതിജീവനത്തിന് തുല്യമായ ശ്വാസം പോലെ അനിവാര്യമായ ഒന്നായി മാറണം. കേവലം ആവശ്യം എന്നതിലുപരി ഉള്ളിൽ കത്തുന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ ലക്ഷ്യം ഒരു ആഗ്രഹം മാത്രമാണെങ്കിൽ അത് ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. എന്നാൽ അതൊരു അതിജീവനമാണെങ്കിൽ നമ്മളെ തടയാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ ഒരു കാര്യം വേണമെങ്കിൽ സ്വയം ചോദിക്കുക, എനിക്കിത് കിട്ടിയാൽ കൊള്ളാമെന്നാണോ, അതോ എനിക്കിത് കിട്ടിയേ തീരൂ എന്നാണോ? വിഷ് എന്നത് മാറി മസ്റ്റ് എന്നത് എപ്പോൾ മാറുന്നുവോ അപ്പോൾ വിജയം നമ്മളെ തേടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്